ഹായ് എവരിവൺ. സെറ്റ് സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ള പല വീഡിയോകൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. എങ്കിൽ പോലും ജാനുവരി സൈക്കിളിൽ, അതായത് ഫെബ്രുവരി 2, 2025 നടന്ന പരീക്ഷയിലെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ സെറ്റ് സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് ഈ വീഡിയോയിൽ പറയുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നത് പോലെ തന്നെ കേരള സെറ്റ് ജാനുവരി 2025 എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ഫോളോ ചെയ്താൽ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നിങ്ങളുടെ സൈറ്റ് ആക്സസ് കീ ഒക്കെ മറന്നുപോയിട്ടുണ്ടെങ്കിൽ റിക്കവർ ചെയ്യാനുള്ള ലിങ്കൊക്കെ കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് പബ്ലിഷ്ഡ് എന്നുള്ള ലിങ്കിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് റോൾ നമ്പർ എൻട്രി ചെയ്യുകയും സബ്മിറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് കാണാനുള്ള പ്രൊവിഷൻ ഒക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻ ഫോർ ഗെറ്റിംഗ് സെറ്റ് സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ലിങ്ക് കൂടി ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോമും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് അവിടെ നൽകിയിട്ടുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഫൈനൽ ഇയർ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന PG B.Ed വിദ്യാർത്ഥികൾ ഇപ്പോൾ സെറ്റ് സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് അപ്ലൈ ചെയ്താൽ മതിയാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊരു ഫോം ഒക്കെ ഫില്ല് ചെയ്ത് വാങ്ങേണ്ടതുണ്ട്. ആ കാര്യമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അതുപോലെ ഓർക്കുക, നിങ്ങൾക്ക് ഫൈൻ ഒന്നും കൂടാതെ അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ 1 വർഷമുണ്ട്. അതുകൊണ്ട് തെറ്റായിട്ട് പെട്ടെന്ന് തിരക്ക് പിടിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. സ്ലോ ഈസ് ഫാസ്റ്റ് എന്ന് ഓർക്കുക. കാര്യമായിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ട് എല്ലാ ഡോക്യുമെന്റും കണ്ടെത്തി അതെല്ലാം അറേഞ്ച് ചെയ്ത് നിർദ്ദേശങ്ങൾ കേട്ട് ഈ വീഡിയോ കണ്ട ശേഷം മെല്ലെ അപ്ലൈ ചെയ്താൽ മതി. പക്ഷെ ശരിയായിട്ട് എല്ലാ ഡോക്യുമെന്റുകളും സീലിൽ നിങ്ങളുടെ സ്റ്റാമ്പ് ഒട്ടിച്ച കവറും ഒക്കെ അറ്റാച്ച് ചെയ്യാനായിട്ട് ഓർക്കുക. നമുക്കപ്പോൾ തുടങ്ങാം. ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു പേജ് കാണാൻ പറ്റും, ഇൻസ്ട്രക്ഷൻസ് ഫോർ ഒബ്റ്റെയിനിങ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. ഈ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ട് ഈ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ മതി. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് ആ സ്റ്റെപ്പിലേക്ക് പോവാം. എന്തൊക്കെയാണ് സബ്മിറ്റ് ചെയ്യേണ്ടതെന്നാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, കോപ്പീസ് ഓഫ് ദ ഫോളോയിങ് ഡോക്യുമെന്റ്സ് അറ്റസ്റ്റഡ് ബൈ എ ഗസറ്റഡ് ഓഫീസർ. ഗവൺമെന്റ് +1 +2 സ്കൂളിലെ സീനിയർ അധ്യാപകരോ അല്ലെങ്കിൽ ഗവൺമെന്റ് ഡോക്ടേഴ്സോ അങ്ങനെ പലരും ഗസറ്റഡ് തസ്തികയിലുള്ള ഉദ്യോഗസ്ഥരെ കൊണ്ട് നിങ്ങൾ ഈ കോപ്പികൾ അറ്റസ്റ്റ് ചെയ്യണമെന്ന് നോക്കുക. SSLC ബുക്കിന്റെ പേജ് മിക്കവാറും സ്റ്റേറ്റ് സിലബസിലുള്ളവർക്കും ഒക്കെ സിംഗിൾ പേജ് ആണ്. CBSE ആണെങ്കിലും അവിടെ നെയിമും ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടാവണം എന്നുള്ളത് മാത്രമാണ് നിർബന്ധം. SSLC ബുക്കിന്റെ കോപ്പി. 2, പ്രൊവിഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ മാർക്ക് ലിസ്റ്റ്, ഗ്രേഡ് ഷീറ്റ് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി എക്സാമിനേഷൻ എല്ലാം വേണം എന്നുള്ള കാര്യം ഓർക്കുക. കുറെ പേര് ചോദിക്കാറുണ്ട്, എല്ലാ മാർക്ക് ലിസ്റ്റും വേണോ, ഗ്രേഡ് സർട്ടിഫിക്കറ്റും വേണം, എല്ലാ സെമസ്റ്ററിലെയും വേണം. ഫൈനൽ റിസൾട്ട്, ഇനി റിസൾട്ട് വന്നതേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഫൈനൽ PG ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടാവില്ല, പകരം പ്രൊവിഷണൽ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവുക, അതായാലും മതി. അതുപോലെ തന്നെ B.Ed വേണ്ടവർക്ക്, കൊമേഴ്സ് പോലെയുള്ള ചില സബ്ജക്റ്റിൽ B.Ed ആവശ്യമില്ല, അവർ B.Edന്റെ സർട്ടിഫിക്കറ്റുകൾ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. B.Edന്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ B.Edന്റെ കൂടി വെക്കുക. ഇനിയും അത് ഓർമ്മയില്ല, നിങ്ങൾക്ക് B.Ed ഉണ്ട്, B.Ed കംപ്ലീറ്റ് ആയെങ്കിൽ അതുകൂടി വെക്കുക. B.Ed ആവശ്യമില്ലാത്തവരാണെങ്കിൽ B.Edന്റെ ഡോക്യുമെന്റ്സ് വെക്കേണ്ടതില്ല, അത് വെക്കുക. അതും ഇതുപോലെ തന്നെ എല്ലാ ഗ്രേഡ് ഷീറ്റും മാർക്ക് ഷീറ്റിന്റെയും കോപ്പി, പ്രൊവിഷണൽ അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. കേരളത്തിന് പുറത്ത് നിന്ന് യൂണിവേഴ്സിറ്റീസ് ഔട്ട്സൈഡ് കേരള ആണെങ്കിൽ റെക്കഗ്നീഷനും ഉണ്ടാവണം, ഇക്വലൻസി സർട്ടിഫിക്കറ്റും ഉണ്ടാവണം. അത് നിങ്ങൾ കേരളത്തിന്റെ ഉള്ളിലെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിന്ന്, അതായത് MGയോ കേരളയോ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്നോ വാങ്ങിച്ച് അത് ഇതിന്റെ കൂടെ സബ്മിറ്റ് ചെയ്യുക. അത് ആ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ നിങ്ങളുടെ സീനിയേഴ്സിനോടോ നിങ്ങളുടെ പഠിച്ച കോളേജിലോ അന്വേഷിക്കുക. നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയെ കോണ്ടാക്ട് ചെയ്യുക, നമ്മുടെ കേരളത്തിനുള്ളിലുള്ള യൂണിവേഴ്സിറ്റിയെ കോണ്ടാക്ട് ചെയ്യുക. അവിടെ നിന്ന് ഇൻഫർമേഷൻ കിട്ടും. ഇത് അപ്ലൈ ചെയ്താൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ യൂഷ്വൽ സിനാരിയോയിൽ കിട്ടേണ്ടതാണ്. Equivalency certificate in case of those who have passed qualifying examination in case of subject not mentioned in clause 2.2 of prospectus. നമ്മൾ ആദ്യം കണ്ട വെബ്സൈറ്റ് ഇല്ലേ, അവിടെ പ്രോസ്പെക്ടസ് 2025 ജാനുവരിയിലെ സെറ്റ് എക്സാമിന് നൽകിയിട്ടുണ്ട്. അത് ഡൗൺലോഡ് ചെയ്താൽ കാണാം. ഇപ്പൊ ചിലരുണ്ടാവും MSc ബോട്ടണി എന്നല്ലാതെ MSc മൈക്രോബയോളജി എന്നോ അല്ലെങ്കിൽ പ്രത്യേക എന്തെങ്കിലും പേരുള്ള PG ആണ് ചെയ്തത്. MSc ബോട്ടണി അല്ലെങ്കിൽ നിങ്ങൾ ബോട്ടണിയിലാണ് സെറ്റ് എഴുതിയതെങ്കിൽ നിങ്ങൾ പഠിച്ച PG MSc ബോട്ടണിക്ക് ഇക്വലന്റ് ആണെന്ന് ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. ആ ലിസ്റ്റിലുള്ള സബ്ജക്റ്റ് അല്ല നിങ്ങളുടെ PG സബ്ജക്റ്റ് എങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്ത സെറ്റ് പരീക്ഷയ്ക്ക് ഇക്വലന്റ് ആണ് നിങ്ങൾ ചെയ്ത PG എന്ന് പ്രൂവ് ചെയ്യേണ്ട സർട്ടിഫിക്കറ്റ് വേണം. ക്ലോസ് 2.2 നോക്കിയാൽ മതി. 95% പേർക്കും ആ പ്രശ്നം ഉണ്ടാവില്ല. കോമൺ നെയിം ഉള്ള PG ആണ്,
നിങ്ങൾ MCOM ആണ്, അല്ലെങ്കിൽ MA മലയാളം ആണ്, MSc ഫിസിക്സ് ആണ്, അതൊക്കെ ഓൾറെഡി അക്സെപ്റ്റഡ് ആണ്. വെറൈറ്റി നെയിമുള്ള സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള PG ചെയ്തവർക്കാണ് അതേ നിങ്ങളുടെ PGയുടെ അതേ സബ്ജക്ട് നെയിം അല്ല സെറ്റ് പരീക്ഷയ്ക്ക് ഉള്ളതെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇക്വലൻസി കൂടി ആവശ്യമായിട്ട് വരും. അതുപോലെ റിസർവേഷൻ VH-PH കാൻഡിഡേറ്റ്സിന് ക്ലെയിം ചെയ്യാനായിട്ട് അവരുടെ പ്രൂഫ് ആഡ് ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുക. ഇതിന്റെ എല്ലാം കോപ്പികളാണ് വേണ്ടത്. ഇനി ഒറിജിനൽസ് വേണ്ടത് എന്തിന്റെയൊക്കെയാ? കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, SC/ST കാൻഡിഡേറ്റ്സിന്റെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഒറിജിനൽ ആവശ്യമായിട്ടുണ്ട്. നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ്, OBC NCL റിസർവേഷൻ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ജനറൽ ക്വാട്ടയിലാണ് പാസ്സായതെങ്കിൽ അതിന്റെ ആവശ്യമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തപ്പോൾ NCL കയ്യിലുണ്ടായിരുന്നെങ്കിൽ അതുകൂടി വെച്ചോളൂ, വെക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ ഡേറ്റ് റേഞ്ചിനുള്ളിലാവണം. ഇത് അപ്ലൈ ചെയ്യുന്ന സമയം മുതൽ നമ്മൾ കൃത്യമായിട്ട് പറയുന്നതാണ്. 26/9/2023 8/11/2024 അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ളത് വേണം എന്നുള്ളതാണ്. അതിന്റെ ഒറിജിനൽ ആഡ് ചെയ്യുക. സർട്ടിഫിക്കറ്റ് നോട്ട് കമ്മിങ് വിത്തിൻ ദ എബോവ് ഡേറ്റ് ലിമിറ്റ് വിൽ നോട്ട് ബി അക്സെപ്റ്റഡ് ഇൻ കേസ് ഓഫ് NCL കാൻഡിഡേറ്റ്സ്. അതുപോലെ ഡിക്ലറേഷൻ ഫോമും വേണം. ഇതാണ് ഫസ്റ്റ് ഇയറിൽ PG B.Ed സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വെക്കേണ്ടത്. ഡിക്ലറേഷൻ ഫോം, ഫസ്റ്റ് ഇയർ അല്ല, ഫൈനൽ ഇയർ PG B.Ed സ്റ്റുഡൻസിന്. ഫസ്റ്റ് ഇയറിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ലല്ലോ, സെക്കൻഡ് ഇയറിലാവുമ്പോഴാണ് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ആ സമയത്ത് അപ്ലൈ ചെയ്ത വിദ്യാർത്ഥികൾ ഡിക്ലറേഷൻ ഫോമും കൂടി സബ്മിറ്റ് ചെയ്യണം എന്നുള്ള കാര്യം ഓർക്കുക. ഡിക്ലറേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് തൊട്ട് മുൻപത്തെ പേജിലാണെന്ന് തോന്നുന്നു നൽകിയിട്ടുണ്ട്. അത് ഞാനൊന്ന് ചെക്ക് ചെയ്തോട്ടെ. അതും ഡൗൺലോഡ് ചെയ്യാനുള്ള പ്രൊവിഷൻ ഉണ്ടാവും. അതിന്റെ കൂടെ സെൽഫ് അഡ്രസ്ഡ് A4 സൈസ് ക്ലോത്ത് ലൈൻഡ് എൻവലപ്പ് വെക്കണം. അതിൽ 40 രൂപയുടെ പോസ്റ്റൽ സ്റ്റാമ്പ് ഉണ്ടാവണം. കുറെ പേർക്കുള്ള ഡൗട്ടാണ്, ഇത് നിങ്ങൾ അയക്കുന്ന കവറല്ല, അയക്കുന്ന കവറിന്റെ ഉള്ളില് നിങ്ങളൊരു A4 സൈസ് ക്ലോത്ത് ലൈൻഡ് എൻവലപ്പ്, നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന ഒരു ഇളം പച്ച നിറത്തിലാണ്, അതിൻ്റെ ഉള്ളിലൊരു ക്ലോത്തിന്റെ ലൈനിങ് ഉണ്ടാകും ക്രിസ് ക്രോസ് ആയിട്ട്, അതിലാണ് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഇട്ട് തിരിച്ചയച്ചു തരുന്നത്. അതിനുവേണ്ടിയാണ് അത് ചോദിക്കുന്നത്. അപ്പോൾ അത് A4 വലിപ്പം ആവണം. നിങ്ങളുടെ സ്റ്റേഷനറി കടയിൽ പറഞ്ഞാൽ കിട്ടും. അതിൽ 40 രൂപയുടെ സ്റ്റാമ്പ് ഇട്ട് നിങ്ങളുടെ അഡ്രസ്സ്, സെൽഫ് അഡ്രസ്ഡ് എന്ന് ഉദ്ദേശിക്കുന്ന അതാ കാര്യം. LBSൽ സർട്ടിഫിക്കറ്റ് റെഡി ആകുമ്പോൾ അടുത്തൊരു 5 to 6 months നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ആ സർട്ടിഫിക്കറ്റ് ഈ കവറിന്റെ ഉള്ളിൽ ഇട്ടിട്ട് നിങ്ങൾക്ക് അയച്ചു തരാൻ വേണ്ടിയാണ്. ഇത്രയും കാര്യങ്ങളാണ് കൊടുക്കേണ്ടത്. ഡിക്ലറേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ഒരു ലിങ്കും സാധാരണ ഇതിൽ നൽകേണ്ടതാണ്. ഇത് അപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാനായിട്ടാണ്. ഇവിടെ നൽകിയിട്ടുണ്ട്. നിങ്ങളുടെ റോൾ നമ്പർ എൻ്റർ ചെയ്യുക, സബ്ജക്റ്റും ഡിസ്ട്രിക്റ്റും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്യാം. അതൊരു പ്രിന്റഡ് ആയിട്ടുള്ളതാണ്. അതിലാണ് നിങ്ങൾ ഈ ബാക്കി ഡീറ്റെയിൽസ് തെറ്റില്ലാതെ പൂരിപ്പിക്കേണ്ടതെന്നുള്ള കാര്യം കൂടി ഓർക്കുക. ഇനിയും ഫൈനൽ ഇയർ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഡിക്ലറേഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അത് ഡൗൺലോഡഡ് ആയിട്ടുള്ള ഫയല് നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് നിങ്ങൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കുമല്ലോ ഇപ്പോഴും. അവിടുത്തെ പ്രിൻസിപ്പലിനെ കൊണ്ടാണ് സൈൻ ചെയ്യിക്കേണ്ടത്. ഞാൻ ഈ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് എന്നുള്ളൊരു അപ്ഡേറ്റ് മാത്രമാണ് അതിൽ നൽകിയിരിക്കുന്നതെന്നുള്ള കാര്യവും ഓർക്കുക. പിന്നെ ഇത് സംഭവങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഇവിടെ പോസ്റ്റൽ അഡ്രസ്സ് നൽകിയിട്ടുണ്ട്. ടു ദ ഡയറക്ടർ, ആ അഡ്രസ് എന്താണോ LBS സെന്ററിന്റെ അഡ്രസ്സാണ്, അതിലേക്ക് കൃത്യമായിട്ട് അയച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. തിരുവനന്തപുരത്തേക്കാണ് അയക്കേണ്ടത്. അഡ്രസ്സും നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാം. ഓൺലി ഫൈനൽ ഇയർ PG B.Ed കാൻഡിഡേറ്റ്സ് മാത്രം ഇത് കൊടുത്താൽ മതി. അപ്പൊ അതിൽ എഴുതുക I എന്ന് പറഞ്ഞിട്ടൊരു സ്പേസ് നൽകിയിട്ടുണ്ട്. ഇപ്പം ഞാനാണെങ്കിൽ അലൻ, പിന്നെ എൻ്റെ വീട്ടുപേര്, സ്ഥലം അടൂര്, പത്തനംതിട്ട, കേരള എന്ന് എഴുതി കൊടുക്കുക. ഹിയർ ബൈ ഡിക്ലെയർ ദാറ്റ് I was a student of final year BG student during the period of submission of application. ഡേറ്റ് നൽകിയിട്ടുണ്ട്. സെപ്റ്റംബർ 2024 മുതൽ നവംബർ വരെ. എക്സാം നോട്ടിഫൈഡ് ഓൺ 13/9/2024. എന്നിട്ട് നിങ്ങളുടെ ഒരു ഒപ്പ് വെക്കുക. നെയിം ആൻഡ് സിഗ്നേച്ചർ ഓഫ് പ്രിൻസിപ്പൽ, നിങ്ങൾ പഠിക്കുന്ന സ്ഥാപനത്തിലെ സീലും ഒപ്പും മേടിക്കുക, ഡേറ്റ് എഴുതുക. ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത് വാങ്ങി വെച്ചേക്കുക. ഇത് എപ്പോഴാണ് അയക്കേണ്ടത്? നിങ്ങളുടെ ഫൈനൽ ഇയർ റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഇതുകൂടി വെച്ച് വേണം നിങ്ങൾ അയക്കാൻ. മറ്റുള്ളവർക്കൊന്നും ഈ പ്രശ്നമില്ല. ഓൾറെഡി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവർക്ക് ഈ ബുദ്ധിമുട്ടുകളില്ല എന്നുള്ള കാര്യവും ഓർക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത്. അഡ്രസ്സ് ഇവിടെ നൽകിയിട്ടുണ്ട്. കോപ്പികൾ എന്തിൻ്റെയൊക്കെ വെക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഫർദർ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു ചോദിക്കാനുള്ള നമ്പറുകളും തന്നിട്ടുണ്ട്.
സർട്ടിഫിക്കറ്റ്സ് വിൽ ബി ഇഷ്യൂഡ് ബൈ ജൂൺ 2025 എന്നും കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. യൂഷ്വലി ഒരു 3 to 6 months എടുക്കും. ആ സമയത്തും 6 months ആയിട്ടും കിട്ടുന്നില്ലെങ്കിൽ LBS വിളിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. കാര്യങ്ങളെല്ലാം ക്ലിയർ ആയി എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെഷനിൽ രേഖപ്പെടുത്താം. നിങ്ങൾ ഫർദർ ആയിട്ട് HSA HSST പരീക്ഷകൾക്കൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് I+ന്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ഇൻഫർമേഷൻ പ്രയോജനപ്രദമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് അവർ കൂടി പ്രയോജനപ്പെടുവാനായിട്ട് അയക്കുകയും ചെയ്യുക. നിങ്ങളുടെ മുന്നോട്ടുള്ള ജേർണിയിലും അധ്യാപന ജീവിതത്തിലും ഒക്കെ എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.